ഇലക്ട്രിക് കറണ്ട് പറഞ്ഞു, പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ദാ ഈ നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഫിസിക്സ് എക്സാമിന് വിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി സിംബൽസ് ഓഫ് ഇലക്ട്രിക് കോമ്പണന്റ്, ബാറ്ററി, ദ ഹീറ്റിംഗ് എഫക്റ്റ്, റെസിസ്റ്റൻസ്, ഫാക്ടേഴ്സ്, പിന്നെന്തൊക്കെയാ പറഞ്ഞേ, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ്, മെൽറ്റിംഗ് പോയിന്റ്, ഇലക്ട്രിക് ബൾബ്, ഇലക്ട്രിക് ഫ്യൂസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ? ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ഫ്യൂസ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ കറണ്ട് ഒരുപാടായിട്ട് വരുമ്പോൾ സംഭവിക്കുന്ന കുറച്ച് എഫക്ട്സ് നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതൊക്കെ അല്ലേ? ഓവർലോഡിങ് അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. നമ്മളിങ്ങനെ വീട്ടിലൊക്കെ അച്ഛനോ അമ്മയൊക്കെ അത് ഓവർലോഡിങ് ആയിട്ട് കറണ്ട് പോയതാ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് കറണ്ട് പോയതാ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്താ സംഭവം എന്ന് നമുക്കറിയില്ല. ഇതും ഒരു കറണ്ടിന്റെ ഒരു എഫക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രശ്നമാണ്. കറണ്ട് കറക്റ്റ് ആയിട്ട് ഫ്ലോ ചെയ്തില്ലെങ്കിൽ വരുന്ന ഓരോ പ്രോബ്ലംസ് ആണിത്. നമുക്ക് പറയാം ഡിസഡ്വാൻറ്റേജസ്. കറണ്ടിന്റെ കറക്റ്റ് ആയിട്ട് ഫ്ലോ വന്നില്ലെങ്കിൽ വരാകുന്ന കുറച്ച് പ്രശ്നങ്ങളാണിത്. ഓക്കെ, എന്താണ് ഓവർലോഡിങ്? മലയാളം മീഡിയംകാരൊന്നും പേടിക്കേണ്ട, മലയാളത്തിലും ഉണ്ട് കേട്ടോ. യെസ്, ഓവർലോഡിങ് എന്ന് പറയുന്നത് ഇപ്പോ നമുക്ക് ഈ എക്സ്റ്റൻഷൻ ബോർഡ് ഒക്കെ ഉണ്ട് അല്ലെ? എക്സ്റ്റൻഷൻ ബോർഡ് എന്നൊക്കെ പറഞ്ഞാൽ അതിൽ ഒന്നിലധികം പ്ലഗ്സ് ഉണ്ടാവും അല്ലെ? എന്തിനാണത്? നമുക്ക് ഒരേ സമയം ഒന്നിലധികം ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എക്സ്റ്റൻഷൻ ബോർഡ് എന്ന് പറയുന്ന സംഭവത്തിൽ ഒരുപാട് ഈ എന്നിട്ടാണ് സോക്കറ്റ്സ് ഉള്ളത് അല്ലേ? അപ്പോ നമ്മൾ ഈ സാധനത്തിൽ എല്ലാത്തിലും കൂടിയിട്ട് വളരെ ഹൈ പവർ എടുക്കുന്ന സാധനങ്ങൾ. അപ്പൊ എല്ലാ ഉപകരണങ്ങളും ഒരേ കറണ്ടിലല്ല പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കറണ്ട് ബില്ല് വരുന്നത് ഡിഫറെന്റ് ആകുന്നത്. അപ്പൊ AC, ഫ്രിഡ്ജ്, അവൻ അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനത്തെ വലിയ വലിയ സാധനങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് കറണ്ട് ബില്ല് കൂടുതലായിരിക്കും. കാരണം അതിന്റെ എന്ത് കൂടുതലാണ്? ഉപയോഗിക്കുന്ന കറണ്ട് കൂടുതലാണ് അല്ലെ? ഇതിന് ഉപയോഗമായിട്ട് വരുന്ന കറണ്ട് വളരെ കൂടുതലായതുകൊണ്ടാണ് നമുക്ക് ഈ കറണ്ട് ബില്ല് കൂടുതൽ വരുന്നത്. അപ്പോൾ ചില ഉപകരണങ്ങൾ, ഇപ്പൊ നിങ്ങളുടെ മൊബൈൽ ചാർജ് ചെയ്യാൻ അല്ലെങ്കിൽ ലാപ്പ് ചാർജ് ചെയ്യാൻ, ഫാൻ, ലൈറ്റ്, അധികം കറണ്ട് ആവശ്യമില്ല. കറണ്ട് വേണ്ടാന്നല്ല, എന്നാലും ഫ്രിഡ്ജിനോടോ അല്ലെങ്കിൽ AC-യോടോ ഒക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്രയ്ക്ക് കറണ്ട് വേണ്ട അല്ലെ? അപ്പൊ അതൊക്കെയാണ് ഹൈ പവർ ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളാണ് നമ്മുടെ ഈ പറഞ്ഞ പോലത്തെ AC, വാഷിംഗ് മെഷീൻ, പിന്നെ ഫ്രിഡ്ജ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പൊ ഇങ്ങനത്തെ ഹൈ പവർ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് കറണ്ട് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഡിവൈസസ് ഒരേ സമയം നമ്മൾ ഓൺ ചെയ്യുകയാണെങ്കിൽ, ഒരേ സമയം, ഞാൻ എക്സാമിന്റെ കാര്യം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി എക്സാമിന്റെ കാര്യം അവസാനം ഒരു 5 മിനിറ്റ് ഒന്നും കൂടെ പറയാം. ഇടയിലിടയിൽ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഇടയിൽ ഒരു ബ്രേക്ക് വരും. ഇനിയിപ്പോ എക്സാമിന്റെ കാര്യം ഇനിയിപ്പോ ലാസ്റ്റ് 5 മിനിറ്റ്സ് ആണ് പറയാ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ഒരേ സമയം ഈ പറഞ്ഞ ഹൈ പവർ ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഡിവൈസസ് പ്രവർത്തിപ്പിച്ചാൽ നമ്മുടെ മെയിൻ ലൈനിൽ നിന്ന് ഒരേ സമയം ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് കറണ്ട് വലിക്കും. ഓക്കെ, അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് വരും? അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ്ടാവുന്നു? ഒരേ സമയം ഇത്ര വലിയ എമൗണ്ട് ഓഫ് കറണ്ട് വലിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഫ്യൂസ് പോകും, അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രിക്കൽ അപ്ലയൻസസിന് എന്തെങ്കിലും നാശങ്ങൾ സംഭവിക്കും. അല്ലെങ്കിൽ ഇത് ഒറ്റയടിക്ക് ഇത്രയധികം വലിയ കറണ്ട് വരുമ്പോൾ സ്പാർക്ക് വന്നിട്ട് ഫയറിനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. Too many appliances are connected to a circuit drawing more current than the circuit is designed to handle. എല്ലാ സർക്യൂട്ടിനും താങ്ങാൻ പറ്റുന്ന ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് കറണ്ട് ഉണ്ട്. അതിൽ കൂടുതൽ കറണ്ട് അതിലൂടെ വന്നു കഴിഞ്ഞാൽ ആ സർക്യൂട്ട് ഡാമേജ് ആകും. ഓക്കെ, അപ്പോൾ ഓവർലോഡിംഗ് സംഭവിച്ചിട്ട് മേ ബി നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ അപ്ലയൻസസിന് എന്തെങ്കിലും നാശങ്ങൾ സംഭവിക്കാം, അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ എന്തെങ്കിലും ഫ്യൂസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഫ്യൂസ് പോകാം, അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും ഹൈ എമൗണ്ട് ഓഫ് കറണ്ട് വന്നിട്ട് അവിടെ സ്പാർക്ക് സംഭവിക്കും. ഒറ്റ എമൗണ്ട് ഓഫ് കറണ്ട് കൂടുതൽ വരുമ്പോൾ ഈ ഇലക്ട്രിക്കൽ വയറുകൾ തമ്മിൽ ഉരസിയിട്ട് സ്പാർക്ക് ഉണ്ടാവും. അങ്ങനെ ഫയറിനും സാധ്യതയുണ്ട്.
ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഒരേ സമയത്ത് ഹൈ പവർ ഉള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറയുന്നത്. ഉപയോഗിക്കുന്ന സ്ഥലങ്ങളുണ്ട് ട്ടോ. ഇപ്പൊ ഇത്ര വലിയ 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 ഹോട്ടലുകളിലോ അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ വലിയ സ്ഥലത്തൊക്കെ ഈ പറഞ്ഞ എല്ലാ മുറിയിലും നമ്മള് എസിയും ഫാനും കാര്യങ്ങളൊക്കെ ഇടുമ്പോ അവിടെ സംഭവിക്കുന്നില്ല. കാരണം അവിടുത്തെ സർക്യൂട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നമ്മുടെ വീടുകളിൽ എന്നൊക്കെ പറയുമ്പോൾ ഡൊമസ്റ്റിക് യൂസിന് വേണ്ടി വളരെ അധികം കപ്പാസിറ്റി ഇല്ലാത്ത സർക്യൂട്ട് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഒറ്റയടിക്ക് എല്ലാം കൂടെ പെട്ടെന്ന് ഓൺ ആക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പ്രോബ്ലംസ് വരും. Too many high power appliances connected to the same circuit or socket exceeding the circuit's current capacity. ഇനി overheating of wire and components. അപ്പോൾ വയറും ഈ കോമ്പണൻസ് ഒക്കെ ഓവർ ഹീറ്റിംഗ്, അഗെയിൻ ഹീറ്റിംഗ് എഫക്റ്റ് ആണ് അവിടെ സംഭവിക്കുന്നത്. ഒരു വയറിന് അല്ലെങ്കിൽ ഒരു സർക്യൂട്ടിന് ഡിസൈൻ ചെയ്തിട്ടുള്ളതിനേക്കാൾ കൂടുതൽ കറണ്ട് വരികയാണെങ്കിൽ അത് കൂടുതൽ ചൂടാകും. കൂടുതൽ ചൂടായി കഴിഞ്ഞാൽ അത് ഫയറിനും മറ്റേ ഡാമേജ് ഓഫ് അപ്ലയൻസസിനും ഒക്കെ കാരണമാകും. അതാണ് ഓവർലോഡിങ്. അതാ ഒരേ സർക്യൂട്ടിൽ അതിന്റെ ശേഷിയേക്കാൾ കൂടുതലായിട്ട് വൈദ്യുതോപകരണങ്ങൾ ചേർത്ത് ഉപയോഗിക്കുമ്പോഴാണ് ഈ ഓവർലോഡിങ് ഉണ്ടാവുന്നത്. അത് കാരണം അമിതമായിട്ട് വൈദ്യുതി വന്ന് വയറുകൾ പെട്ടെന്ന് ചൂടാവുകയും തീപിടുത്തത്തിനും സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ്, വയറുകളും ഘടകങ്ങളും അധികം ചൂടായിട്ട് തീപിടുത്ത സാധ്യത ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനത്തെ ഉപകരണങ്ങൾ കേടാവുകയും ചെയ്യും. ഇതാണ് ഓവർലോഡിങ്. ഓക്കെ, ഓവർലോഡിങ്. ഓവർ എന്ന് പറഞ്ഞാൽ എന്താ, കൂടുതൽ. അപ്പൊ കൂടുതൽ ലോഡ് വലിക്കുന്നതിനെയാണ് ഓവർലോഡിങ്. ലോഡ് എന്ന് പറഞ്ഞാൽ കറണ്ട് യൂസ് ചെയ്യുന്നതിനെയാണ് ഓവർലോഡിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ ഓവർലോഡിങ്? ഓക്കെ, യെസ്. അപ്പൊ ഇതുപോലെ തന്നെ വരുന്ന വേറൊരു കാര്യമാണ് ഷോർട്ട് സർക്യൂട്ട്. ഈ ഷോർട്ട് സർക്യൂട്ട് ആണ് കൂടുതലും ഈ തീക്കൊക്കെ കാരണമാവുന്നത്. ഓവർലോഡിങ് എന്ന് പറയുന്നത് ചൂടായിട്ടാണ് അതിൽ സ്പാർക്ക് വരിക കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. പക്ഷേ ഷോർട്ട് സർക്യൂട്ട് അങ്ങനെയല്ല. പിന്നെ ഓവർലോഡിങ് എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധയില്ലാതെ ഒരേ സമയം കൂടുതൽ സംഭവങ്ങളൊക്കെ പ്രവർത്തിപ്പിച്ചാൽ വരുന്നത് ഒരു പ്രശ്നമാണ്. പക്ഷെ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് ഈ വയറുകളുടെയും അല്ലെങ്കിൽ സർക്യൂട്ടിന്റെയും ഒക്കെ കാലപ്പഴക്കം കുറേ നാൾ ഉപയോഗിച്ച് അതാണ് നമ്മൾ പറയുന്നത്. പഴയ വീടുകളിലൊക്കെ പെട്ടെന്ന് ഷോക്ക് അടിക്കാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ പറയില്ലേ. കാരണം എന്താ, അവിടുത്തെ വയറിംഗ് ഒക്കെ ഒരുപാട് പഴയതായിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിലാണ് ഈ ഷോർട്ട് സർക്യൂട്ടിന്റെ സാധ്യത കൂടുതൽ. എന്ന് വെച്ചാൽ പുതിയ വീട്ടിൽ ഉണ്ടാവില്ല എന്നല്ല, അവിടെയും ഉണ്ടാകും. ഇതെന്ന് പറയുന്നത് നമുക്ക് ഈ 3 പ്ലഗ് അല്ലെങ്കിൽ 2 പ്ലഗ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലേ നിങ്ങൾ? 2 ഹോൾ അല്ലെങ്കിൽ 3 ഹോളൊക്കെ ഉണ്ടാവും അല്ലേ ഈ സോക്കറ്റില്? എന്തിനാ അത്? കറണ്ട് മാത്രം ഇങ്ങോട്ട് കിട്ടിയാൽ മതി, എങ്കിൽ ഒറ്റ ഹോള് പോരെ? എന്തിനാ 3 ഹോൾ അല്ലെങ്കിൽ ചിലതിന് 2 ഹോള് ചിലതിന് 3 ഹോൾ? എന്തിനാ അങ്ങനെ അറിയോ നിങ്ങൾക്ക്? കറണ്ട് എന്ന് പറയുന്നത് ഇതൊരു സർക്യൂട്ട് ആണല്ലേ. അപ്പൊ അതൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള സർക്യൂട്ട് ആണ്. ഇവിടേക്ക് വരണ കറന്റ് ഇതിലൂടെ കടന്ന് തിരിച്ച് ആ സർക്യൂട്ടിലേക്ക് പോയി വീണ്ടും വന്ന് ഇതൊരു സർക്കിള് പോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. മനസ്സിലായോ? അല്ലാതെ കറണ്ട് ഇങ്ങനെ വന്ന് അവിടെ തന്നെ നിൽക്കല്ല, അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരു സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ, ബാറ്ററിയോ അല്ലെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ മെയിൻസിൽ നിന്ന് നമ്മൾ എടുക്കുന്ന കറണ്ട് നമ്മുടെ സർക്യൂട്ട് വഴി വീണ്ടും അതിലേക്ക് പോയി ഇതിങ്ങനെ ഒരു കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അല്ലാണ്ട് കറണ്ട് അവിടെ നിന്ന് ഇങ്ങനെ വന്ന് നമ്മുടെ ഇവിടെ ഇങ്ങനെ ടിവിയിലും സംഭവത്തിലും ഇങ്ങനെ വെറുതെ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കല്ല. അങ്ങനെയല്ല കറണ്ട് പ്രവർത്തിക്കുന്നത്. ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ട്. ഇലക്ട്രിക് കറണ്ടിന്റെ ഫ്ലോ എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് സർക്യൂട്ടാണ്, കണ്ടിന്യൂസ് ഫ്ലോ ആണ്. ഇത് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അത്രയും സമയം ഇത് ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പോ നോക്കിയേ, അപ്പൊ നോക്കിയേ, ഇങ്ങനെ കറണ്ട് വന്ന് ഇതിലൂടെ വന്ന് ഇങ്ങനെ ഒരു ക്ലോസ്ഡ് ലൂപ്പായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ് കറണ്ട്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ ഒന്നിലധികം സോക്കറ്റുകൾ വേണ്ടത്. ഒരു വയറ് നമ്മുടെ ഇപ്പൊ 3 എണ്ണം ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും അല്ലേ? 3 സോക്കറ്റുകൾ നിങ്ങൾ കാണുക. ചിലതിന് 2 എണ്ണം ഉണ്ടാവുള്ളൂ ഇങ്ങനെ. അപ്പൊ ഒരെണ്ണം എന്തായാലും ഫേസ് ആണ്, ഫേസ് വയറാണ്, അതിലൂടെയാണ് കറണ്ട് വരുന്നത്. ഒരെണ്ണം ന്യൂട്രൽ ആണ്, ന്യൂട്രൽ വയർ, അതിൽ കറണ്ട് ഇല്ല. ഇത് പിന്നെ എർത്ത് ആണ്. ഇത് ചില ഇൻസ്ട്രുമെന്റ്സിനെ വേണ്ടു, ചിലതിന് വേണ്ട. എർത്ത് എന്ന് പറയുന്നത് കൂടുതൽ ഫ്ലോ വരുന്ന കറണ്ടിനെ ഭൂമിയിലേക്ക് ഒഴുക്കി വിടാനുള്ള സാധനമാണ് എർത്ത് എന്ന് പറയുന്നത്. പണ്ടത്തെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു.
പുറത്തേക്ക് ഒരു വയർ ഇങ്ങനെ വന്നിട്ട് പുറത്തേക്ക് കുറ്റിയടിച്ച് വെച്ചേക്കണതൊക്കെ നിങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അത് എർത്ത് ചെയ്യണതാ. ഇപ്പോ അത് നമ്മൾ ബിൽഡിംഗ് കെട്ടുമ്പോ തന്നെ ബിൽഡിങ്ങിന്റെ ഉള്ളിലൂടെയാണ് എർത്തിങ്ങിന്റെ വയർ പോകുന്നത്. പണ്ടൊക്കെ പുറത്തു കൂടിയായിരുന്നു. ഓക്കെ, അപ്പോ ഈ രണ്ട് സംഭവങ്ങളുണ്ട്. അപ്പൊ രണ്ട് വയറുണ്ട്, ഫേസ് വയറും ഉണ്ട്, ന്യൂട്രൽ വയറും ഉണ്ട്. ഓക്കെ, എന്തൊക്കെയുണ്ട്? ഫേസ് വയറും ന്യൂട്രൽ വയറും ഉണ്ടെങ്കിൽ മാത്രമേ ഈ സാധനം പ്രവർത്തിക്കുള്ളൂ. നോട്ട്സ് ഒക്കെ ഗ്രൂപ്പിൽ ഇടാം കേട്ടോ. ഫേസ് വയറും ന്യൂട്രൽ വയറും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോ ചില സാഹചര്യങ്ങളില് ഈ രണ്ട് പോയിന്റ്സിന് സർക്യൂട്ട്, അതായത് കണക്ട് ചെയ്യേണ്ട രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള റെസിസ്റ്റൻസ് കുറയും. അതായത് എന്തെങ്കിലും സാഹചര്യം കൊണ്ട് ഈ ഫേസും ന്യൂട്രലും തമ്മിൽ കോണ്ടാക്ട് വന്നു എന്ന് വിചാരിക്കുക. നമ്മളിപ്പോ ചിലപ്പോ നിങ്ങളൊക്കെ വയറിങ്ങുകാർ വരുന്നതൊക്കെ കാണുന്നുണ്ടാവും. ഇങ്ങനെ ഒരു പച്ച വയറ് കാണാം, പിന്നെ ഒരു ചുവപ്പ് വയറ്, പിന്നെ ഒരു ബ്ലാക്ക്. റെഡ് ആണ് ഫേസ് എന്ന് തോന്നുന്നു. ഇങ്ങനെ 3 വയസ്സ് ഉണ്ടാവും. വയസ്സ് എന്ന് പറഞ്ഞതിന്റെ ഉള്ളിൽ ഇങ്ങനെ നിറച്ച് കമ്പികളായിട്ടുണ്ടാവും. അതാണ് നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യുക. ഒരു സോക്കറ്റിലേക്കോ എന്തെങ്കിലേക്കോ നമ്മുടെ കുത്തുന്ന ആ ഇതുണ്ടല്ലോ, അതിലേക്ക് ഇങ്ങനെയാണ് കണക്ട് ചെയ്യുക. അപ്പോ എന്തെങ്കിലും കാരണവശാൽ ഈ രണ്ട് വയറുകൾ തമ്മിൽ കോണ്ടാക്ട് വരികയാണെങ്കിൽ, അതായത് ഫേസിലൂടെ മാത്രമേ കറണ്ട് ഒഴുകുന്നുള്ളൂ, ന്യൂട്രൽ വയർ എന്ന് പറയുന്നത് ആ കറണ്ടിനെ തിരിച്ച് സർക്യൂട്ടിലേക്ക് കൊണ്ടുപോവാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഫേസും ന്യൂട്രലും എപ്പോഴെങ്കിലും തമ്മിൽ കോണ്ടാക്ട് വന്നാൽ, തൊട്ടാല് എന്തുണ്ടാവണം? അവിടെ ആ തൊടുന്ന ആ സമയത്ത് അവിടുത്തെ റെസിസ്റ്റൻസ് വളരെ കുറയും. മനസ്സിലാവണം, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം കേട്ടോ. റെസിസ്റ്റൻസ് പെട്ടെന്ന് കുറയും. എന്തായിരുന്നു അവിടുത്തെ മുന്നത്തെ റെസിസ്റ്റൻസ്? പ്രതിരോധം. അത് പെട്ടെന്ന് ഒറ്റയടിക്ക് ഇങ്ങോട്ട് കുറയും. അങ്ങനെ കുറയുമ്പോ ഹ്യൂജ് എമൗണ്ട് ഓഫ് കറണ്ട് അതിലൂടെ പാസ് ചെയ്യും അല്ലെ? റെസിസ്റ്റൻസ് കുറഞ്ഞാൽ കറണ്ട് കൂടും. അതാണല്ലോ നമ്മൾ ഇത്രയും നാളും മുമ്പ് പഠിച്ചുകൊണ്ടിരുന്നത്. റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ ആ കറണ്ട് കുറവായിരിക്കും, റെസിസ്റ്റൻസ് കുറഞ്ഞാൽ കറണ്ട് കൂടും. അതാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് ന്യൂട്രൽ വയറും ഫേസ് വയറും തന്നെയാണെന്നില്ല, ഏതെങ്കിലും ഭാഗങ്ങൾ ഓഫ് സർക്യൂട്ട് തമ്മിൽ കോണ്ടാക്ട് വന്നാൽ ആ ഒരു പോയിന്റില് റെസിസ്റ്റൻസ് വളരെ കുറയും. കാരണം ആ പോയിന്റ് വരുന്ന കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏരിയ കൂടുകയാണ്. അപ്പോൾ അവിടെ റെസിസ്റ്റൻസ് വളരെ കുറയും. പെട്ടെന്ന് ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് കറണ്ട് അതിലൂടെ പാസ് ചെയ്യും. ഇത് കാരണം എന്തുണ്ടാവും? സ്പാർക്സ് വരും. ഓക്കെ, ഇത് സംഭവിക്കുന്നത് കാരണം ഉണ്ടാകുന്ന സ്പാർക്സ് ആണ് ഈ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇതാ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്താണ്? എ ഫോൾട്ട് ഇൻ വയറിംഗ് വേർ ലൈവ് വയർ എന്ന് പറയുന്നതാണ് ഫേസ് or live wire and neutral wires comes in contact, creating a low resistance path for current flow. A large current passes, overheating, sparks and potential fire hazards. ഇത്രയും കാര്യങ്ങൾ അവിടെ സംഭവിക്കും. മനസ്സിലായല്ലോ? ഷോർട്ട് സർക്യൂട്ട് എന്താ? ഇപ്പോ ഏതെങ്കിലും സാഹചര്യം കൊണ്ട് ലൈവ് വയർ, അതായത് ഫേസ് വയറും ന്യൂട്രൽ വയറും തമ്മിൽ കോണ്ടാക്ട് വന്നാൽ ആ ഒരു പോയിന്റിലത്തെ റെസിസ്റ്റൻസ് വളരെ കുറയും. റെസിസ്റ്റൻസ് കുറയുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ കറണ്ട്, അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിന്റെ എമൗണ്ട് വളരെ കൂടുതലാകും. ഒറ്റ സെക്കൻഡില് ഒരു 10 ആംപിയർ കറണ്ട് കൊടുത്ത് ചിലപ്പോൾ ഒരു 100 ആംപിയർ വന്നാൽ മൊത്തത്തിൽ അടിച്ചു പോയില്ലേ? അപ്പോ ഇത് ഓവർ ഹീറ്റിംഗ് ആയിട്ട് ചൂടാവും. ചൂട് കൂടുതലായിട്ടല്ലേ ഈ തീ എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്നത്. അപ്പൊ ചൂട് കൂടുതലായിട്ട് അവിടെ തീ, അല്ലെങ്കിൽ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ടാവും അല്ലെ, നമ്മളിങ്ങനെ ലൈറ്റ് ഒക്കെ ഇടുമ്പോൾ പെട്ടെന്ന് ചെറിയൊരു സ്പാർക്ക് ഒക്കെ വരുന്നത്, അത് ഷോർട്ട് സർക്യൂട്ട് കൊണ്ടല്ല, പെട്ടെന്ന് ഒരു ഹൈ എമൗണ്ട് ഓഫ് കറണ്ട് വരുമ്പോഴാണ് ഈ സ്പാർക്ക് എന്ന് പറയുന്ന സാധനം വരുന്നത്. നമ്മൾ പെട്ടെന്ന് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും സാധനം ഇട്ട് കഴിഞ്ഞാൽ ചെറിയൊരു സ്പാർക്ക് സ്വിച്ചിന്റെ സൈഡിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും. അല്ലാതെ എന്തുകൊണ്ടാ? ഒറ്റയടിക്ക് നമ്മളത് ഇടുമ്പോൾ പെട്ടെന്ന് ഒരു വലിയ എമൗണ്ട് ഓഫ് കറണ്ട് അവിടെ പാസ് ചെയ്യാണ്. അതുകൊണ്ടാണ് ആ സ്പാർക്ക് അവിടെ വരുന്നത്. പതുക്കെ നിങ്ങൾ ഒന്ന് ഇട്ട് നോക്കിയേ, സ്പാർക്ക് വരില്ല അല്ലെ? പതുക്കെ ഇടുമ്പോൾ പതുക്കെയാണ് ആ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്ത് തുടങ്ങുള്ളൂ. ബട്ട് നമ്മൾ പെട്ടെന്ന് ഇടുമ്പോൾ ഒരു വലിയ എമൗണ്ട് ഓഫ് കറണ്ട് അവിടെ ഒറ്റയടിക്ക് പോകുമ്പോഴാണ് ഈ സ്പാർക്ക് വരുന്നത്. അപ്പൊ അതാണ് ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡിങ്. ഓവർലോഡിങ് എന്ന് പറഞ്ഞാൽ ഒരേ സമയം ഒന്നിലധികം ഹൈ പവർ വരുന്ന അപ്ലയൻസസ് ഒരേ സോക്കറ്റിലൂടെ അല്ലെങ്കിൽ ഒരേ കണക്ഷനിലൂടെ പ്രവർത്തിക്കുമ്പോൾ അവിടെ അത് പെട്ടെന്ന് ഒരുപാട് എമൗണ്ട് ഓഫ് കറണ്ടിനെ
ആ സർക്യൂട്ടിന് താങ്ങാൻ പറ്റാവുന്നതിനേക്കാൾ കൂടുതൽ കറണ്ടിനെ ഈ മെയിൻസിൽ നിന്ന് വലിക്കും, അല്ലെങ്കിൽ ആ നമ്മുടെ സ്വിച്ച് ബോർഡിന്റെ അവിടെ നിന്ന് വലിക്കുന്നു. അതുകൊണ്ട് ആ സർക്യൂട്ട് ഡാമേജ് സംഭവിക്കും. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ അപ്ലയൻസസ് കേടാകും, അല്ലെങ്കിൽ ഓവർ ഹീറ്റിംഗ് സംഭവിക്കും, അല്ലെങ്കിൽ അവിടെ തീ പോലെയുള്ള അപകട സാധ്യതകളുണ്ട്. ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോർട്ട് സർക്യൂട്ടിൽ ഒരു ലൈവ് വയർ, അതായത് ഫേസ് വയറും ന്യൂട്രൽ വയറും, ലൈവ് വയറും ന്യൂട്രൽ വയറും തമ്മിൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട്, അത് കാലപ്പഴക്കമോ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യായകയോ അങ്ങനെ എന്തെങ്കിലും ആകാം, തമ്മിൽ കോണ്ടാക്ട് വന്നാൽ ആ ഒരു കോണ്ടാക്ട് വരുന്ന സാഹചര്യത്തിൽ അവിടുത്തെ റെസിസ്റ്റൻസ് പ്രതിരോധം വളരെ കുറയും. പ്രതിരോധം കുറഞ്ഞാൽ കറണ്ട് കൂടും. അപ്പോൾ ഒരൊറ്റ സെക്കൻഡിൽ അല്ലെങ്കിൽ വളരെ ചെറിയൊരു സമയം കൊണ്ട് തന്നെ ഹൈ എമൗണ്ട് ഓഫ് കറണ്ട് അവിടെ ഒഴുകുന്നു. അങ്ങനെ ഒഴുകി കഴിയുമ്പോൾ വീണ്ടും ഓവർ ഹീറ്റിങ്ങും സ്പാർക്കുകളും ഫയർ പോലെയുള്ള പ്രശ്നങ്ങളും വരും. ചില സ്ഥലത്തൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, കടകൾ കത്തി നശിച്ചു, ഷോർട്ട് സർക്യൂട്ട് ആണ് കാരണം, വീടിനെ തീ പിടിച്ചു, ഷോർട്ട് സർക്യൂട്ട് ആണ് കാരണം. ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇങ്ങനെയാണ് ഷോർട്ട് സർക്യൂട്ട് വരുന്നത്. അതായത് തീ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വിച്ച് ബോർഡൊക്കെ ഇങ്ങനെ നിന്ന് കത്തും. അങ്ങനെയാണ് ഷോർട്ട് സർക്യൂട്ടിന്റെ അപകടങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിലെ വയറുകളൊക്കെ കറക്റ്റ് ആണെന്നുള്ളത് ഇടയ്ക്ക് ചെക്ക് ചെയ്യുന്നുള്ളത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇത് ഒരുപാട് ഇങ്ങനെ ഉള്ളിലേക്ക് തിരിച്ചു വെച്ചിട്ടുള്ള സാധനം കുറെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ പുറത്തേക്ക് ഇങ്ങനെ വന്ന് പതുക്കെ ഇങ്ങനെ കോണ്ടാക്ട് ഒക്കെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ സംഭവിക്കുക. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മുടെ ഷോർട്ട് സർക്യൂട്ടും കഴിഞ്ഞു, ഓവർലോഡിങ്ങും കഴിഞ്ഞു കേട്ടോ. റൈറ്റ്? അപ്പൊ ഇതാണ് നമ്മുടെ ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡിങ്ങും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത ഒരു കറണ്ടിന്റെ എഫക്റ്റ് ആണ്. അത് ഈ ചാപ്റ്ററിലാണ് വരുന്നത്. അതായത് ഹീറ്റിംഗ് എഫക്റ്റ് നമ്മൾ പഠിച്ചു അല്ലെ? ഹീറ്റിംഗ്, കറണ്ട് പാസ് ചെയ്യുന്നത് വഴി ഒരു മെറ്റൽ ചൂടാകുന്ന പ്രക്രിയയാണ് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത്. ഇതുകൂടാതെ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്ന ഒരു എഫക്റ്റും കൂടെ കറണ്ടിനുണ്ട്. കാന്തിക എഫക്റ്റ്, കാന്തിക ബലം അങ്ങനെ പറയാം. ഒരു കാന്തിക ബലം കൂടി നമ്മുടെ ഇലക്ട്രിക് കറണ്ടിനുണ്ട്. ഓക്കെ, മാഗ്നറ്റിക് എഫക്റ്റ് അതും നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. മാഗ്നറ്റിക് എഫക്റ്റ്, കറണ്ട് കാരണം ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു മെറ്റല് ഒരു മാഗ്നറ്റിനെ പോലെ ആക്ട് ചെയ്യുന്നതിനെയാണ് ഈ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത്. എന്താണെന്ന് വേഗം നോക്കി നോക്കിയേ. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഹാർട്സ് ഒക്കെ ഇടാനുള്ള ഒരു സാഹചര്യം തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ മലയാളം കൂടി ഉണ്ട് കേട്ടോ ഇതില്. മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. ഒരു മെറ്റൽ അല്ലെങ്കിൽ ഒരു വയർ, ഈ വയറിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ഈ വയർ ഒരു മാഗ്നറ്റിനെ പോലെ ആക്ട് ചെയ്യുന്നു. അതാണ് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എത്രയേ ഉള്ളൂ. ഒരു വയറിലൂടെ അല്ലെങ്കിൽ ഒരു മെറ്റലിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ആ മെറ്റല് ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കും, അല്ലെങ്കിൽ അതൊരു മാഗ്നറ്റ് ആയി മാറുന്നു. അതാണ് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്. കറണ്ട് പാസ് ചെയ്യുന്നത് മൂലം ഒരു വയർ മാഗ്നറ്റ് ആയി മാറുന്നു, അല്ലെങ്കിൽ ഒരു മെറ്റാലിക് ഒബ്ജക്റ്റ് മാഗ്നറ്റ് ആയി മാറുന്നു. അതാണ് കറണ്ടിന്റെ മാഗ്നറ്റിക് എഫക്റ്റ്. അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ. അപ്പൊ നിങ്ങളതിലേക്ക് കറണ്ട് പോകുമ്പോ ഒരു സാധനം ഇങ്ങനെ മാഗ്നറ്റ് ആവുകയെന്ന് അല്ലേ? ഇതറിയാൻ വേണ്ടി വയർ എടുത്തിട്ട് അതിൽ കറണ്ട് കടത്തി വിട്ട് അതിലേക്ക് എന്തെങ്കിലും കൊണ്ട് മറ്റേ മാഗ്നറ്റ് ആണോ നോക്കാനൊന്നും ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. ഇങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യരുത്. കറണ്ട് വെച്ചിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ്സ് നിങ്ങൾ ചെയ്യണ്ട. ഇതൊക്കെ പഠിച്ചാൽ മതി. വലിയ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ നമുക്ക് അതിന്റെ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യാം. ഓക്കെ, അപ്പോ എന്തുകൊണ്ട് ഇത് എങ്ങനെയാ നമുക്ക് മനസ്സിലാവാൻ പറ്റുക? ഞാൻ പറഞ്ഞൂലേ മാഗ്നറ്റ് ആയിന്ന്. പക്ഷെ ഇത് എങ്ങനെയാ മനസ്സിലായത്? നിങ്ങൾ ഈ മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറയുന്ന സാധനം കണ്ടിട്ടുണ്ടോ? ഈ വടക്ക് നോക്കി യന്ത്രം എന്നൊക്കെ പറയും. മാഗ്നറ്റിക് കോമ്പസ് നമ്മുടെ ഫോണിലുണ്ട്. മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറയുന്ന സാധനം വടക്ക് നോക്കി യന്ത്രം അല്ലെങ്കിൽ ഡയറക്ഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ കോമ്പസ് എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യുന്നത്. ആ ഒരു കോമ്പസ്, മാഗ്നറ്റിക് കോമ്പസ്, നമ്മൾ വരയ്ക്കുന്ന കോമ്പസ് അല്ല കേട്ടാ, വട്ടം വരയ്ക്കുന്ന കോമ്പസ് അല്ല കേട്ടോ അത്. മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറയാം. വടക്ക് നോക്കി യന്ത്രം എന്നൊക്കെ പറയും. അതിനെ വടക്ക് നോക്കി യന്ത്രം എന്ന് പറയാൻ കാരണം വടക്ക് എന്ന് പറയുന്നത് നോർത്ത്. ഈ മാഗ്നറ്റിക് കോമ്പസിന്റെ ഒരു നീഡിലുണ്ട്. ആ നീഡില് എപ്പോഴും നോർത്തിലേക്കായിരിക്കും പോയിന്റ് ചെയ്തിരിക്കുക.
വടക്കോട്ട്. അതുകൊണ്ടാണ് വടക്ക് നോക്കി യന്ത്രം എന്ന് പറയുന്നത്. എപ്പോഴും നോർത്തിലേക്ക്. നിങ്ങളുടെ ഫോണിൽ തന്നെ മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവും. അതെടുത്ത് നോക്കിയാൽ തന്നെ അറിയാം, അതിലൊരു സൂചി ഇങ്ങനെ 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 അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങിയിട്ട് അതെപ്പോഴും ഒരു സൈഡിലേക്ക്. നിങ്ങൾ തിരിഞ്ഞാൽ അത് വീണ്ടും വടക്കോട്ട് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, അതാണ് നമ്മുടെ മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറയുന്നത്. ഈ മാഗ്നറ്റിക് കോമ്പസ് എങ്ങനെയാണ് ഈ തിരിയുന്നത്? എപ്പോഴും വടക്കോട്ട് നോക്കിയിരിക്കുക എന്ന് പറയുന്നതിന് എങ്ങനെയാണ് അത് സംഭവ്യമാകുന്നത് എന്ന് ചോദിച്ചാല്, അത് മാഗ്നറ്റിക് ഫീൽഡ്, അതായത് ഒരു കാന്തത്തിന്റെ ഒരു എഫക്റ്റിലാണ് അത് സംഭവിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഞാനിവിടെ അടുത്ത് കാന്തമൊന്നും വെച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ ഇത് ഡിഫ്ലക്ട് ചെയ്യണതെന്ന്. നമ്മുടെ എർത്തിന് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് അറിയോ നിങ്ങൾക്ക്? എർത്തിന് മൊത്തത്തില് നമ്മുടെ ഭൂമിക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഭൂമിയുടെ ഉൾഭാഗം ഒരു അയേൺ കോർ, അയേൺ ആണ് ഉള്ളിൽ, ഏറ്റവും ഉള്ളിൽ അയേൺ ആയിട്ടുള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ ഭൂമി തന്നെ ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്ന ഒരു സാധനമാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന്, അല്ലെങ്കിൽ ഒരു കാന്തിക വലയം. അതന്നെ, ഒരു കാന്തിക വലയമുണ്ട് എർത്തിന്. നമ്മുടെ ഭൂമിക്ക് തന്നെ ഒരു കാന്തിക വലയം ഉണ്ട്. ഓക്കെ, ആ കാന്തിക വലയത്തിലത്തെ ആ മാഗ്നറ്റിക് ഫീൽഡിന് അനുസരിച്ചിട്ടാണ് ഈ കോമ്പസ് ഡിഫ്ലക്ട് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഈ കോമ്പസ് വെച്ച് സ്ഥലം അന്വേഷിച്ചുകൊണ്ട് നടക്കുമ്പോൾ നിങ്ങൾ തന്നെ വേറൊരു മാഗ്നറ്റ് കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കാണിക്കുന്ന ഡയറക്ഷൻ തെറ്റും. കാരണം അപ്പൊ രണ്ട് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇത് വരുമ്പോൾ ഇതിനാകെ കോമ്പസ് നീഡിൽ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫ്ലക്ട് ചെയ്ത് നമുക്ക് കറക്റ്റ് ഒരു ഇത് കിട്ടില്ല, കറക്റ്റ് ഡയറക്ഷൻ കിട്ടില്ല. അപ്പൊ എന്തിനാ ഞാൻ പറഞ്ഞത്? മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറയുന്ന സാധനം ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ കണ്ടുപിടിക്കാനും നമുക്ക് ഉപയോഗിക്കും. അതായത് നമ്മളിപ്പോ ഒരു മാഗ്നറ്റിക് കോമ്പസ് എടുത്തിട്ട് നിങ്ങളൊരു കാന്തം അതിന്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഈ സാധനം അങ്ങോട്ടും ഇങ്ങനെ ഡിഫ്ലക്ട് ചെയ്യണത് കാണാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ഈ കാന്തമൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് കോമ്പസും വേണം. ഇങ്ങനെ ഒരു മാഗ്നറ്റിക് കോമ്പസും അതിലെപ്പോഴും ഇങ്ങനെ 90 ഡിഗ്രി, ഇവിടെ ഒരു 90, ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0, ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കോമ്പസ്, ഇങ്ങനെ ഒരു സൂചി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഈ കോമ്പസിന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സൂചി ഇങ്ങനെ ഡിഫ്ലക്ട് ചെയ്യും. ഇങ്ങനെ ഇരുന്ന സൂചി ഇങ്ങോട്ടേക്കും പിന്നെ വീണ്ടും ഇങ്ങോട്ടേക്കും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ ഡിഫ്ലക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ആടും. ആ ആടണേനെയാണ് ഡിഫ്ലക്ട് ചെയ്യാന്ന് പറയാം. ആ പരിപാടി എന്തുകൊണ്ടാ സംഭവിക്കുന്നത്? അതിന്റെ അടുത്തേക്ക് ഒരു മാഗ്നറ്റ് വരുമ്പോൾ മാത്രമേ ഇങ്ങനെ ഒരു മൂവ്മെന്റ് ഈ കോമ്പസ് കാണിക്കുകയുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോ ഒരു വയറിലൂടെ കറണ്ട് കടത്തി വിട്ടിട്ട് ആ വയറിന്റെ അടുത്ത് കൊണ്ടിട്ട് ഒരു കോമ്പസ് വെച്ചപ്പോ അതിങ്ങനെയുള്ള ഒരു ഡിഫ്ലക്ഷൻ കാണിച്ചു. ഓക്കെ, അങ്ങനെയാണ് മനസ്സിലായത്. ഓക്കെ, അപ്പൊ കറണ്ട് കടന്നു പോകുമ്പോ ആ വയറ് അല്ലെങ്കിൽ ആ ഒരു മെറ്റല് ഒരു മാഗ്നറ്റായി മാറി, ഒരു കാന്തമായി മാറി, അല്ലെങ്കിൽ കാന്തത്തിന്റെ പ്രോപ്പർട്ടീസ് കാണിച്ചു. കറണ്ട് ഓഫ് ചെയ്താലോ പഴയ പോലെയായി, പിന്നെ ഒരു കാന്തത്തിന്റെ പ്രോപ്പർട്ടീസും ഇല്ല. ക്ലിയർ ആയോ? കറണ്ട് ഒഴുകുന്നിടത്തോളം നേരം അതൊരു കാന്തത്തിന്റെ പ്രോപ്പർട്ടീസ്, കാന്തത്തിന്റെ ഓരോ ഗുണങ്ങള് കാണിക്കുന്നു. കറണ്ട് ഓഫ് ചെയ്താൽ അത് പഴയ പോലെയായി, ഒരു കാന്തവും ഇല്ല, ഒന്നുമില്ല. അത്രേ ഉള്ളൂ മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അപ്പൊ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് occurs when a wire carrying an electric current behaves like a magnet, creating a magnetic field around itself. എന്താണ്? ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന, ഇലക്ട്രിക് കറണ്ട് പ്രവഹിക്കുന്ന ഒരു വയറ് കാന്തിയേതുപോലെ, കാന്തത്തിന്റെ പോലെ പെരുമാറിയിട്ട് ചുറ്റും ഒരു കാന്തക്ഷേത്രം അല്ലെങ്കിൽ ഒരു കാന്തിക വലയം ഉണ്ടാക്കുന്നതിനെയാണ് ഈ മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ദിസ് എഫക്ട് ഈസ് ഡെമോൺസ്ട്രേറ്റഡ് ബൈ, എങ്ങനെയാണ്? ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നുന്നതിനെയാണ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഫലമായിട്ട് ക്യാമ്പസിലുള്ള ചെറുകാന്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടിക്കൊണ്ടേയിരിക്കും. This effect is demonstrated by deflection of a compass needle placed near the current carrying wire as the magnetic field produced by the current interacts with small magnet in the compass. ഓക്കെ, അപ്പോൾ ഇതിനകത്തും ഈ മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറയുന്ന സാധനത്തിന്റെ ഉള്ളിലും ഒരു മാഗ്നറ്റ് ആണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ മാഗ്നറ്റും പുറത്തുള്ള മാഗ്നറ്റും തമ്മിൽ, രണ്ട് മാഗ്നറ്റുകൾ തമ്മിൽ ഇന്ററാക്ഷൻ വരുമ്പോൾ ഇതിന് രണ്ടിനും ഫീൽഡ് ഉണ്ട്. ഫീൽഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം.
ഇങ്ങനത്തെ ഒരു വടി പോലുള്ള മാഗ്നറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? 2 പോൾ ഉണ്ട് ഒരു മാഗ്നറ്റിന്. നോർത്ത് പോളും ഉണ്ട് സൗത്ത് പോളും ഉണ്ട്. അപ്പൊ ഇവിടെ എന്നതാ ഇങ്ങനെ കുറേ കാന്തിക വലയങ്ങൾ ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കും. കാണാനൊന്നും പറ്റില്ല കേട്ടോ. ഇങ്ങനെ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് ഇതാ ഇങ്ങനെ കുറേ കാന്തിക വലയങ്ങൾ എപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് ആയിരിക്കും. ഇതിനെയാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. കാണാൻ പറ്റുന്ന ഒരു വലയൊന്നും അല്ല കേട്ടോ. നിങ്ങൾ മാഗ്നറ്റ് എടുത്തിട്ട് ഇത് കാണാത്തെന്ന് നോക്കരുത്. അതിന്റെ എഫക്റ്റ് ആണത്. അപ്പൊ ഒരു മാഗ്നറ്റ് എടുത്തിട്ട് നിങ്ങൾ വേറൊരു ഇരുമ്പിന്റെ എന്തെങ്കിലും സാധനം കൊണ്ടുവന്നാൽ കുറെ ദൂരെ പിടിച്ചാ അത് അട്രാക്ട് ചെയ്യോ? ഇല്ല. കുറച്ച് അടുപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവരുമ്പോഴേക്കും അട്രാക്ട് ചെയ്യും. അപ്പൊ ഒരു പെർട്ടിക്കുലർ റേഞ്ച് ഉണ്ട് അല്ലേ ആ മാഗ്നറ്റിന്. അതിന്റെ അപ്പുറത്തേക്ക് പോയാൽ പിന്നെ അട്രാക്ഷൻ ഒന്നുമില്ല. ആ ഒരു റേഞ്ചിനെയാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. എത്ര ദൂരത്തേക്ക് ഈ കാന്തത്തിന്റെ എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യുമോ ആ ദൂരത്തിനെ അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. എത്ര ദൂരം നമുക്കിതിനെ ഫീൽ ചെയ്യുന്നുവോ ആ ഒരു എഫക്റ്റ്, ആ ഒരു ദൂരത്തിനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ആ ഒരു ദൂരത്തിന്റെ ഇടയിൽ വേറൊരു മാഗ്നറ്റ് വന്നാൽ ഈ രണ്ടും കൂടെ തമ്മിൽ ഇന്ററാക്ട് ചെയ്യും. അപ്പൊ ആ ഇന്ററാക്ഷൻ ആണ് ഈ കോമ്പസിന്റെ നീഡിൽ ഇങ്ങനെ ആടി കാണിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട്, ഒരു വയറിലൂടെ കറണ്ട് കടത്തിവിട്ടാൽ അതൊരു മാഗ്നറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യും. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഒരു കോമ്പസ് അതിന്റെ അടുത്ത് കൊണ്ട് വെച്ചാൽ മതി. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫ്ലക്ട് ചെയ്യും. ഇനി കറണ്ടിന്റെ ഡയറക്ഷൻ മാറിയാൽ കോമ്പസിന്റെ ഡിഫ്ലക്ഷന്റെ ഡയറക്ഷനും മാറും. അതായത് ഇപ്പൊ ഇങ്ങനെയാണ് ഒരു കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങനെയാ മാറ്റുക? ബാറ്ററിയുടെ ഡയറക്ഷൻ മാറ്റിയാൽ മതി അല്ലേ? നോക്കിയേ, നിങ്ങളിപ്പോ ഇങ്ങനെ ഒരു സംഭവം കണ്ടു വിചാരിക്കുക. ഇതൊരു ബാറ്ററി അല്ലെങ്കിൽ ഒരു സെല്ലാണ്. ഇവിടെ ഒരു കഷ്ണം എക്സ്ട്രാ ഒരു വയർ വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചോ. അത് സ്വിച്ച് അല്ല കേട്ടോ, ഒരു വയറാണേ. എന്നിട്ട് ഇവിടെ നമുക്ക് നോക്കിയേ, വേറെ ഒന്നും വേണമെന്നില്ല, എന്നാലും ഒരു സ്വിച്ചോ എന്തെങ്കിലുമൊക്കെ വെച്ചോ. എന്നിട്ട് ഇങ്ങനെ ഒരു സർക്യൂട്ട്. ഇതിന്റെ അടുത്ത് ഇവിടെ ഒരു കോമ്പസ് കൊണ്ടുവച്ചാൽ ഈ കോമ്പസ് ഇങ്ങോട്ടാണ് ഡിഫ്ലക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക ആദ്യം. ഇനി ഞാൻ ഈ ബാറ്ററിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ ഇതല്ലേ പോസിറ്റീവ്. എപ്പോഴും പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് കറണ്ട് ഒഴുകുക. അതറിയാലോ. പോസിറ്റീവ് വലിയ ടെർമിനൽ ആണല്ലോ പോസിറ്റീവ്, ചെറുതല്ലേ നെഗറ്റീവ്. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ആയിരിക്കും കറണ്ട് ഒഴുകുക. ഞാനിത് ഇങ്ങനെ വെച്ചാലോ, ഇതിപ്പോ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് അല്ലെ കറണ്ട് ഒഴുകുക. കറണ്ടിന്റെ ഡയറക്ഷൻ മാറി അല്ലേ? അപ്പോ ഇവിടത്തെ ഈ കോമ്പസിന്റെ ഡയറക്ഷനും മാറും. ആദ്യം റൈറ്റിലേക്കായിരുന്നു ഡിഫ്ലക്ട് ചെയ്തതെങ്കിൽ ഇപ്പോഴത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഡിഫ്ലക്ട് ചെയ്യും. അതായത് ഇങ്ങോട്ടായിരിക്കും ഇത് തിരിഞ്ഞു നിൽക്കുന്നത്. മനസ്സിലായല്ലോ? ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നിൽക്കും. അത് ഇവിടേക്കാണെങ്കിൽ ഇത് ഈ സൈഡിലേക്ക് തിരിഞ്ഞ് ഇങ്ങനെ നിൽക്കും, ഇപ്പുറത്തേക്കാണെങ്കിൽ ഇവിടേക്ക് തിരിഞ്ഞു നിൽക്കും. അതായത് കറണ്ടിന്റെ ഡയറക്ഷൻ മാറിയാൽ, കറണ്ടിന്റെ ഡയറക്ഷൻ മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വെച്ചാൽ മതി. അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ മാറും. ക്ലിയർ ആണോ? അപ്പൊ അതാണ് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്. അപ്പൊ രണ്ട് എഫക്റ്റും പഠിച്ചു അല്ലേ? ഇനിയുള്ളത് എന്താ? യെസ്, കുറച്ചും കൂടി ഉള്ളു, വേഗം തീർക്കാം. ഇലക്ട്രോമാഗ്നറ്റ്. ഇലക്ട്രോമാഗ്നറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഈ കറണ്ടിന്റെ ഈ മാഗ്നറ്റിക് എഫക്റ്റ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ് ഈ ഇലക്ട്രോമാഗ്നറ്റ്. അപ്പൊ പേരിൽ തന്നെ ഉണ്ട് ഇലക്ട്രോമാഗ്നറ്റ്. അതായത് ഇലക്ട്രിസിറ്റി ഉള്ളപ്പോൾ അത് മാഗ്നറ്റ്, ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ അത് വെറും ഒരു അയൺ ബാർ. അത്രേ ഉള്ളൂ. നോക്കിയേ, ഒരു ഇലക്ട്രോമാഗ്നറ്റ് എന്ന് പറയുന്നത് ഒരു ടെമ്പററി മാഗ്നറ്റ് ആണ്. എന്താണ് ടെമ്പററി? താൽക്കാലികം അല്ലെ? എന്ന് വെച്ചാൽ കറണ്ട് പാസ് ചെയ്യുന്നിടത്തോളം അതൊരു മാഗ്നറ്റ് ആണ്. കറണ്ടിന്റെ ഫ്ലോ എപ്പോ നിൽക്കുന്നോ അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് പോയി. ഓക്കെ, അപ്പൊ ഒരു കോയിൽ ഓഫ് വയർ ഇത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോ കോയിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ചുറ്റി ഇങ്ങനെ വെക്കണതിനെയാണ് കോയിൽ ഓഫ് വയർ എന്ന് പറയാ കേട്ടോ. അപ്പൊ നോക്കിയേ, ഇങ്ങനെ ഒരു കോയിൽ ഓഫ് വയർ, ഇങ്ങനെ ഒരു സാധനം. ഓക്കെ, ഇതിലേക്ക് കറണ്ട് കടത്തിവിടുകയാണ്. അതായത് ഇങ്ങനെ എടുത്തിട്ട് ഇതിന്റെ രണ്ട് ഭാഗവും ഒരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തു. ഓക്കെ, ഇനി ഇതിലേക്ക് എന്ത് ചെയ്തു വെച്ചു? ഒരു അയൺ കോർ. അതായത് ഞാനൊരു അയണിന്റെ ഒരു റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ
ഒരു റൗണ്ടിലുള്ള ഒരു അയേണിന്റെ ഒരു കഷ്ണം എടുത്തിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെച്ചു. ഏത്? ഈ കോയിലിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പോൾ ഈ സെറ്റപ്പ് ആണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അതിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി വരുന്നത്? നമ്മൾ ഇപ്പൊ തന്നെ പഠിച്ച മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ് അതിന് കാരണം. ഈ കോയിൽ ഓഫ് വയർ, ഈ ചുറ്റും വയറിന് ഈ ചുറ്റുമുള്ള ഈ സാധനം ഉണ്ടല്ലോ, ഈ കോയിൽ ഓഫ് വയർ എന്ന് പറയുന്ന ഈ സാധനം, ഇതിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ഇത് ഒരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും, ഈ ഭാഗം. കാരണം അതൊരു വയറാണല്ലോ, അതിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അതൊരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആ ഒരു മാഗ്നറ്റിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഒരു ഇരുമ്പിന്റെ, ഒരു അയോണിന്റെ ഒരു കഷ്ണം എടുത്ത് വെക്കുകയാണെങ്കിൽ അവിടെ ആ അയോണും കൂടി മാഗ്നറ്റ് ആയിട്ട് മാറും. മനസ്സിലായോ? മൊത്തം ആ അയോണും ഒരു മാഗ്നറ്റ് ആയിട്ട് മാറും. അപ്പോ അവിടുത്തെ മാഗ്നറ്റിന്റെ ശക്തി കൂടും. വെറുതെ ഒരു കോയിലിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ മാഗ്നറ്റിക് എഫക്റ്റിനേക്കാൾ ഒരു അയൺ കോർ എടുത്ത് അതിന്റെ ഉള്ളിലേക്ക് വെക്കുമ്പോൾ ആ അയൺ കോറും മാഗ്നറ്റ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. സോ ആ മാഗ്നറ്റിന്റെ ശക്തി, സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റ് അവിടെ കൂടും. അപ്പൊ ആ മൊത്തം സെറ്റപ്പിനെ പറയുന്നതാണ് ഇലക്ട്രോ മാഗ്നറ്റ്. ഓക്കെ, അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത്, പിന്നെ ഞാൻ ഇതിവിടെ ഓഫ് ചെയ്യാന്ന് വിചാരിക്കോ, ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, അത് ഞാനിങ്ങനെ ഓഫ് ചെയ്ത് വെച്ചുവെങ്കിൽ പിന്നെ ഇതിലൊരു മാഗ്നറ്റിക് പ്രോപ്പർട്ടിയും ഇല്ല. മനസ്സിലായോ? എത്ര നേരം അവിടെ എന്താണ് കറണ്ട് കടന്നു പോകുന്നുണ്ട് അത്രയും നേരം അതൊരു മാഗ്നറ്റ് ആയിരിക്കും. എപ്പോൾ കറണ്ട് അവസാനിക്കുന്നോ അപ്പോൾ അതൊരു സാധാരണ ഇരുമ്പിന്റെ കഷ്ണമായിട്ട് മാറും. നോ പ്രോപ്പർട്ടീസ്. ഓക്കെ, ഇതിന് ഒരുപാട് യൂസസ് ഉണ്ട്. ഒരു ഇലക്ട്രിക് ക്രെയിൻ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ക്രെയിൻ എന്ന് പറയുന്ന സാധനം എന്തിനു ഉപയോഗിക്കുന്നത്? ഒരുപാട് വെയിറ്റ് ഉള്ള സാധനങ്ങളെ പൊക്കാൻ വേണ്ടിയിട്ടാണ് ക്രെയിൻ ഉപയോഗിക്കുന്നത്. ഇപ്പൊ മാഗ്നറ്റിക്, നമ്മുടെ കാറും ബൈക്കും സാധനങ്ങളൊക്കെ മെറ്റൽസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണല്ലോ. അപ്പൊ അതിനെ നമുക്കൊരു കാന്തത്തോണ്ട് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന സാധനമാണല്ലോ. സോ അങ്ങനത്തെ സാധനങ്ങളെ പൊക്കാൻ വേണ്ടിയിട്ട് ഈ ഇലക്ട്രോ മാഗ്നറ്റ് ഉപയോഗിക്കാൻ പറ്റും. അതായത് നമുക്ക് ഇങ്ങനെ ഈ മാഗ്നറ്റിന്റെ ശക്തി ഉപയോഗിച്ചിട്ട് മറ്റേതെങ്കിലും വേറൊരു മാഗ്നറ്റിക്, ഒരു മെറ്റാലിക് സബ്സ്റ്റൻസിനെ ഉയർത്താനോ അട്രാക്ട് ചെയ്യാനോ എടുത്ത് അപ്പുറത്തേക്ക് നീക്കിയിടാനോ ഒക്കെ പറ്റും. അതാണ് ഇലക്ട്രിക് ക്രെയിനിന്റെ ഉപയോഗം. നിങ്ങൾ വിചാരിക്കണ പോലെയല്ല, അത്രയും ശക്തിയായിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റ്സും നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇത്രയും പോകുന്നൊരു ഇതല്ല കേട്ടോ, വലിയ വലിയ കമ്പനികളിൽ വലിയ ഇലക്ട്രോ മാഗ്നറ്റ്സ് ഉണ്ട്. അപ്പൊ ഈ കോയിലുകൾ ഉണ്ടല്ലോ, ഈ ആ ചുറ്റിന്റെ എണ്ണം കൂടിയാലും അവിടെ ഉപയോഗിക്കുന്ന കറണ്ടിന്റെ ശക്തി കൂടിയാലും ഇവിടെ ഉണ്ടാകുന്ന ആ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ആ മാഗ്നറ്റിന്റെ ശക്തി കൂടും. ഓക്കെ, അതായത് ആ ചുറ്റും ഓൾറെഡി ഒരു മാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കുന്നു, അതിന്റെ ഉള്ളിലേക്ക് നമ്മളൊരു കമ്പി കഷ്ണം അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് അയൺ കോർ എടുത്ത് വെക്കുമ്പോൾ ആ അയൺ കോർ അടക്കമുള്ള മൊത്തം സബ്സ്റ്റൻസ് ഒരു മാഗ്നറ്റായി മാറുന്നു. ഇനി ഈ ചുറ്റിന്റെ എണ്ണം കൂടുകയാണെങ്കിൽ അവിടുത്തെ ഉണ്ടായ മാഗ്നറ്റിന്റെ ശക്തി കൂടുന്നു. ഇനി 10 ആംപിയർ കടത്തി വിടുന്നിടത്ത് ഒരു 100 ആംപിയർ കടത്തി വിട്ടാലും അവിടെ ഉണ്ടായ മാഗ്നറ്റിന്റെ ശക്തി കൂടുന്നു. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ ഉപയോഗങ്ങള്. ഇലക്ട്രിക് ബെല്ല്, ഇലക്ട്രിക് മോട്ടർ, സ്പീക്കർ, ലാർജ് ക്രെയിൻ ഫോർ ലിഫ്റ്റിംഗ് അയോൺസിന് അയോൺ ദണ്ടുകളെ എടുത്ത് ഇങ്ങനെ അവിടെ നിന്ന് ഇവിടേക്ക് ഇടാനും ഒക്കെ ഈ ക്രെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. അല്ലാതെ വലിയ മാഗ്നറ്റ് കാണാം നിങ്ങൾക്ക്, റൗണ്ട് ആയിട്ടുള്ള മാഗ്നറ്റ്. ചിലപ്പോൾ നിങ്ങൾ വല്ല സിനിമകളിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും, വലിയ റൗണ്ട് ആയിട്ടുള്ള സാധനം ഇങ്ങനെ വന്ന് ഇതിന് മുകളിലേക്ക് ഇങ്ങനെ വെക്കുമ്പോൾ അട്രാക്ട് ചെയ്യും. എന്നിട്ട് അവിടെ നിന്ന് അതിനെ എടുത്തിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുവിടും. അതൊക്കെ ഇലക്ട്രിക് ക്രെയിൻ ആണ്. ആ ഇലക്ട്രിക് ക്രെയിൻ വർക്ക് ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റ് വെച്ചിട്ടാണ്. ഓക്കെ, അതുപോലെ നമ്മുടെ കോളിംഗ് ബെൽ, ചില സ്ഥലങ്ങളിൽ കോളിംഗ് ബെല്ലും ഇത് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിന്റെ ഇത് വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന കോളിംഗ് ബെൽസും ഉണ്ട്. ഓക്കെ, ഇലക്ട്രിക് ബെൽസ് എന്നാണ് അതിനെ പറയാം. ഇലക്ട്രിക് ബെൽസിന്റെ ഒരു ഡിങ് ഡോങ് എന്ന് പറയുന്ന സാധനം, അതിൻ്റെ ഉള്ളിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ട്. അപ്പൊ അട്രാക്ട് ചെയ്യുമ്പോൾ ഈ സാധനം വന്നിട്ട് ഇത് മടിക്കും. അതായത് കോളിംഗ് ബെല്ലിനെ പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം കേട്ടോ. കോളിംഗ് ബെല്ലിന്റെ ഉള്ളിലും ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ഇങ്ങനെ വെച്ചേക്കണാണ്. ഇലക്ട്രിക് ബെല്ല്, എല്ലാ കോളിംഗ് ബെല്ലും അല്ല, ഇത് ഇലക്ട്രിക് ബെല്ലിന്റെ ഉള്ളിൽ അതുപോലെ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ട്. എന്നിട്ട് ഇതാ ഇവിടെ ഒരു മെറ്റാലിക് സാധനം ഉണ്ട്. ഒരു മെറ്റാലിന്റെ മുകളിൽ ഇവിടെ
ഒരു വട്ടമുണ്ട്, ഇവിടെ ഒരു വലിയൊരു ഡോങ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, ശരിക്കും നല്ല രസമാണ് അത് പറയാൻ. അപ്പൊ നോക്കിയേ, ഇതിലൂടെ കറണ്ട് പോയാൽ ഇതൊരു മാഗ്നറ്റ് ആകും, ഈ മെറ്റാലിക് സാധനത്തിനെ അട്രാക്ട് ചെയ്യും, ഇത് വന്ന് ഇവിടെ അടിക്കും, അങ്ങനെയാണ് സൗണ്ട് വരുന്നത്. മനസ്സിലായോ? ഇവിടെ വരയ്ക്കാം. ഇതാണ് ഇതിൽ തന്നെ വരയ്ക്കാലോ. ഇതാണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റ്. ഇതിന്റെ അടുത്തൊരു മെറ്റാലിക് ഒരു കഷ്ണം, ഒരു മെറ്റലിന്റെ ഒരു കഷ്ണം അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതുമ്മ ഒരു ഹാമർ എന്ന് പറയുക, ഒരു സാധനം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വലിയൊരു ബെല്ലുണ്ട്. ഓക്കെ, ഈ കറണ്ട് കടന്നു പോകുമ്പോ ഇതൊരു മാഗ്നറ്റ് ആകും. മാഗ്നറ്റ് ആയാൽ ഓട്ടോമാറ്റിക്കലി മെറ്റലിനെ ഇങ്ങനെ അട്രാക്ട് ചെയ്യുമ്പോൾ ഇതിങ്ങനെ അടുത്തേക്ക് വന്നിട്ട് ഇവിടെ അടിക്കും. അതാണ് നമ്മുടെ സൗണ്ട് കേൾക്കല്. ഓൺ ആക്കി അപ്പൊ തന്നെ നമ്മൾ കൈവിടും അല്ലേ? അപ്പൊ ഓൺ ആക്കി ഓഫ് ആയി കഴിഞ്ഞാൽ അത് വീണ്ടും എന്തായി, പഴയ പോലെയായി. ഈ സാധനം തിരിച്ചങ്ങോട്ട് പോയി ഇവിടത്തെ അടിക്കല് നിന്നു. അത്രേ ഉള്ളൂ. ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതൊക്കെ പഠിക്കാൻ നല്ല രസമാണ്. അപ്പൊ അതാണ് ഇലക്ട്രോ മാഗ്നറ്റ്. ഇനി എല്ലാത്തിന്റെ മലയാളം കൊടുത്തിട്ടുണ്ട് കേട്ടോ, ആരും പേടിക്കണ്ട. യെസ്, ഇനി ഇതാണ് ഞാൻ പറഞ്ഞ കോമ്പസ് നീഡിലിന്റെ ഡിഫ്ലക്ഷൻ. കോമ്പസ് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്നത് നോക്കിയേ നിങ്ങള് എങ്ങനെയാ? ബാറ്ററിയും സ്വിച്ചും നോർത്തും സൗത്തും അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറണതാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. സൈഡ് മാറണതാണ് കാണിക്കുന്നത്, ശ്രദ്ധിച്ചു നോക്കുക. നോക്കിയേ, ഇവിടെ പോസിറ്റീവ് ഇതാണ് നെഗറ്റീവ്, അതായത് ഇതാണ് വലിയ വര, ഇത് ചെറുത്. അപ്പൊ കറണ്ട് ഇങ്ങനെയാണ് കടന്നു പോകുന്നത്. ഓക്കെ, ഇതാണ് ഡയറക്ഷൻ. അപ്പൊ എന്താ സംഭവിച്ചേ? ഇങ്ങനെ നിന്നിരുന്ന കോമ്പസ്, ഇതാണ് ആ കോമ്പസ് എന്ന് പറയുന്ന സംഭവം. ഇങ്ങനെ നിന്നിരുന്ന സാധനം ഇങ്ങനെയാണ് ഡിഫ്ലക്ട് ചെയ്തത്. മനസ്സിലായോ? ഇങ്ങനെയായത് അതിന്റെ ഒറിജിനൽ പൊസിഷനിൽ നിന്ന് അത് ആ ഒരു ഡയറക്ഷനിലേക്ക് പോയി. ഇനി സ്ഥലം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി, ഇത് നെഗറ്റീവും ഇത് പോസിറ്റീവും ആക്കി. അപ്പൊ കറണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒഴുകണേ. ഓക്കെ, അപ്പൊ നേരത്തെ ഇപ്പുറത്തേക്ക് ആയിരുന്നത് ഇപ്പൊ ദാ ഇങ്ങോട്ടായി. ഇങ്ങോട്ടായിരിക്കും ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നത്. മനസ്സിലായോ? ഇനി അവിടെ കറണ്ട് ഇല്ല, സ്വിച്ച് ഓഫ് ആക്കിയത്, ഇത് ഇവിടെ കറുത്ത വട്ടം ഇല്ല, അപ്പൊ സ്വിച്ച് ഓഫ് ആയെന്നാണ് അർത്ഥം. സ്വിച്ച് ഓഫ് ആയപ്പോ മാഗ്നറ്റിക് കോമ്പസ് ഡിഫ്ലക്ട് ചെയ്യുന്നേ ഇല്ല. അതുകൊണ്ട് അതായത് സ്വിച്ച് ഓഫ് ചെയ്താൽ അവിടെ മാഗ്നറ്റും ഇല്ല, ഒന്നുമില്ല. മനസ്സിലായോ എല്ലാവർക്കും? ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെങ്കിൽ വേഗം ഹാർട്സ് ഒക്കെ ഒന്ന് വരട്ടെ. ഇനി നമുക്ക് യൂസസും കൂടി പഠിക്കാനുണ്ട്, അത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഞാൻ ക്വസ്റ്റ്യൻസ് എടുക്കട്ടെ കേട്ടോ. അപ്പൊ വേഗം ഹാർട്സ് ഒക്കെ തന്നോട്ടെ. യൂസസ് എന്ന് പറയുന്നത് വേറൊന്നുമില്ല, ഇതാണ് കേട്ടോ ഇലക്ട്രോ മാഗ്നറ്റ്. നോക്കിയേ, ഒരു അയൺ നെയിൽ, ഒരു ആണി വെച്ചാലും മതി, വലിയ സംഭവത്തിൽ ആണി വെക്കാൻ പറ്റില്ലല്ലോ. അയൺ നെയിൽ, ഒരു ആണി എന്ന് പറയുന്ന സാധനവും എന്താ ഒരു അയൺ റോഡല്ലേ, ഇരുമ്പിന്റെ അല്ലേ. അപ്പൊ കോയിൽ ഓഫ് വയർ ആ ചുറ്റിന്റെ ഉള്ളിലേക്ക് അയൺ നെയിൽ കടത്തി വെച്ചു, ഒരു ബാറ്ററിയിൽ കണക്ട് ചെയ്താൽ ഇതാണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റ്. ഇത് വേറൊരു സാധനത്തിനെ അട്രാക്ട് ചെയ്യും. ഇതാണ് യൂസസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റ്. യൂസസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റ്. They are used in electric bells to strike a gong. Gong എന്ന് പറയുന്ന സാധനം ഞാൻ പറഞ്ഞ വട്ടം, ഒരു വട്ടത്തും അടിക്കുന്നു പറഞ്ഞില്ലേ, ആ വട്ടത്തിനെയാണ് ഗോങ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി വേറെന്താ അതിന്റെ അപ്ലിക്കേഷൻ? സ്പീക്കറിനകത്തും ലൗഡ് സ്പീക്കറിലും നമ്മുടെ ഹെഡ്ഫോൺസ്, നമ്മുടെ പഴയ ഹെഡ്ഫോൺസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെടുത്ത് പൊളിച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാം, അതിനകത്ത് ചെറിയൊരു മാഗ്നറ്റ് കാണാം. അതും ഈ ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. നമ്മൾ ഫോണൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിലൂടെ ചാർജസ് ഒക്കെ ഒഴുകിയിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ. ലാർജ് ഇലക്ട്രോ മാഗ്നറ്റ്സ് ആർ യൂസ്ഡ് ഇൻ സ്ക്രാപ്പ് യാർഡ്സ് ടു ലിഫ്റ്റ് ആൻഡ് ട്രാൻസ്പോർട്ട് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് അയൺ. സ്ക്രാപ്പ് യാർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഇരുമ്പും തുരുമ്പും ഒക്കെ എടുക്കണ, പ്രോസസ്സ് ചെയ്യണ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഈ സാധനം ഉപയോഗിക്കുന്നുണ്ട്. വലിയ വലിയ ഇരുമ്പ് കട്ടകളൊക്കെ എടുത്ത് മാറ്റാനും പൊക്കാനും ഒക്കെ. ഈവൻ നമ്മുടെ MRI മെഷീൻസിൽ പോലും, MRI എന്ന് പറഞ്ഞാൽ എന്താ? MRI സ്കാൻ, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ്. നമ്മുടെ തലയ്ക്കും ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി എടുക്കുന്ന ഒരു സ്കാനാണ് MRI സ്കാൻ. തലയ്ക്ക് മാത്രമല്ല ബാക്കി എല്ലായിടത്തേക്കും എടുക്കാം. അപ്പോൾ അവിടെ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ്, അതൊന്നും നിങ്ങളിപ്പോൾ പഠിക്കണ്ട, എന്താണെന്ന് അറിയേണ്ട കാര്യമില്ല, ഇവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. പിന്നെ അതല്ലാതെ നമ്മുടെ ഇലക്ട്രിക് മോട്ടോറുകള്, ജനറേറ്ററുകള്, മാഗ്നറ്റിക് ലോക്ക്, പിന്നെ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട് ഫ്യൂസിന്റെ കാര്യം. ഫ്യൂസ് എന്ന് പറയുന്ന സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഫ്യൂസിന് പകരം ഈ ഇലക്ട്രോ മാഗ്നറ്റ് വെച്ചിട്ടുള്ള ഒരു
സാധനമുണ്ട് ELCB എന്ന് പറയുന്നത്. ട്രിപ്പ് ആവുക എന്ന് പറയും ചിലപ്പോൾ. ട്രിപ്പ് ആവുക എന്ന് പറയുന്നത് ഒരു സാധനം ചിലപ്പോൾ കറണ്ട് പോകുമ്പോഴേ ഒരു കറുത്തൊരു ബാർ, ഒരു ലിവർ പോലത്തെ സാധനം ഇങ്ങനെ താഴ്ത്തേക്ക് വീഴും. അപ്പൊ നമ്മളത് പോയി പൊക്കി കൊടുത്താൽ കറണ്ട് വരും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. അതും വർക്ക് ചെയ്യുന്നത് ഈ ഇലക്ട്രോ മാഗ്നറ്റിക്കിന്റെ പ്രോപ്പർട്ടിയിലാണ് ആ സാധനം വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇത്രയും ഉള്ളൂ ഈ ചാപ്റ്ററിൽ. അപ്പൊ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി ഞാൻ 2-3 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇനി പിന്നെ ഞാൻ 2 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ബാക്കി ക്വസ്റ്റ്യൻസ് ഞാൻ എന്ത് ചെയ്യും, ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇതിടുമ്പോൾ അതിന്റെ കൂടെ അയക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അതൊന്ന് വർക്ക്ഔട്ട് ചെയ്യാം. പിന്നെ ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതും നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സെല്ലുകളൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ നോക്കിയേ, ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്, വേഗം എനിക്ക് ഉത്തരം പറയാം. അപ്പൊ ഹാർട്സ് ഒക്കെ എല്ലാവരും ഇട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് തോന്നുന്നു. അപ്പൊ ഹാർട്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, നോക്കിക്കോളൂ. ഒരു സെല്ലിലെ ലോങ്ങർ ലൈൻ എന്ത് ടെർമിനലാ? പോസിറ്റീവ് ടെർമിനൽ ആണോ നെഗറ്റീവ് ടെർമിനൽ ആണോ? സെല്ലിൽ നിങ്ങൾ കാണുന്ന ലോങ്ങർ ലൈൻ, വലിയ വര, ഏത് ടെർമിനലാണ്? ഞാൻ പറഞ്ഞോ, ആൻസർ പറ. ആരാണ് ആദ്യം പറയാൻ നോക്കട്ടെ. സെല്ലിലെ വലിയ വര, സെല്ലിലത്തെ വലിയ ടെർമിനല് എന്താണ് കാണിക്കുന്നത്? ആർക്കുത്തരില്ലേ? ചോദ്യം മനസ്സിലായില്ലേ? സെല്ലിലെ വലിയ വര എന്താണ് കാണിക്കുന്നത്? പോസിറ്റീവ്. ആരാണ് ഉത്തരം പറഞ്ഞത് ആദ്യം? ആരാണ് ആദ്യം ഉത്തരം പറഞ്ഞത്? രഞ്ജി എന്ന് പറയുന്ന പേരാരാണ്? അയ്യോ, പേര് ആൽബർട്ട്. ആൽബർട്ട് സജു ആണ് ആദ്യം പറഞ്ഞത്. പോസിറ്റീവ്, 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 പോസിറ്റീവ്. യെസ്, പോസിറ്റീവ് ടെർമിനൽ. ടെർമിനൽ. ഓക്കെ, TERMINAL. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. സേഫ്റ്റി ഡിവൈസ് ബേസ്ഡ് ഓൺ ദ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിന്റെ ബേസിസിൽ പ്രവർത്തിക്കുന്ന സേഫ്റ്റി ഡിവൈസ് ഏതാണ്? ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിന്റെ ബേസിസിൽ പ്രവർത്തിക്കുന്ന എന്താണ് സേഫ്റ്റി ഡിവൈസ്? എന്താണ്? വാട്ട് ഈസ് എ സേഫ്റ്റി ഡിവൈസ് ദാറ്റ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്? നിങ്ങൾ പേടിക്കണ്ട കേട്ടോ, ഈ ക്വസ്റ്റ്യൻസ് ഞാൻ ആഡ് ചെയ്തിട്ടാണ് ഗ്രൂപ്പിലേക്ക് ഇടുക. എന്താണ് ചോദ്യം? ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൽ പ്രവർത്തിക്കുന്ന സേഫ്റ്റി ഡിവൈസ്, സുരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണ്? ഇത് ആരാണ് ആദ്യം ഉത്തരം പറയാമെന്ന് നോക്കട്ടെ ഞാൻ. ഏതാ സേഫ്റ്റി ഡിവൈസ്? ആർക്കുത്തരില്ലേ? സേഫ്റ്റി ഡിവൈസ്. നോ. മൊബൈൽ എന്ന് പറയുന്നൊരു ഡിവൈസ് ഉണ്ടോ? നോ. സേഫ്റ്റി ഡിവൈസ് നമ്മുടെ ഹീറ്റിംഗ് എഫക്റ്റിൽ പ്രവർത്തിക്കുന്ന 2-3 ഡിവൈസുകളെ നമ്മൾ ആകെ പഠിച്ചുള്ളൂ. ഫ്യൂസ്. വെരി ഗുഡ്. അനാമിക. അനാമിക എസ് നായർ. പേര് അനാമിക എന്ന് തന്നെയാണോ? ഫ്യൂസ് എന്താണ് ആരും ഒന്നും പറയാത്തത്? നമ്മൾ പഠിച്ച കാര്യല്ലേ ഫ്യൂസ്. ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൽ പ്രവർത്തിക്കുന്ന സേഫ്റ്റി ഡിവൈസ് എന്ന് പറയുന്നത് ഫ്യൂസ് ആണ് അല്ലേ? പിന്നെന്താണ്? അടുത്ത ചോദ്യം. ഇത് ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഒരു വയറിലൂടെ ഇലക്ട്രിക് കറണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഹീറ്റിംഗ് എഫക്റ്റ് എന്താണ്? ഒരു വയറിലൂടെ ഇലക്ട്രിക് കറണ്ട് പോയിട്ട് അവിടുത്തെ ഹീറ്റിംഗ് എഫക്റ്റ് എന്താ? ഹീറ്റിംഗ് എഫക്റ്റ് എന്താണ് അവിടെ സംഭവിക്കുന്നത്? വയറിലൂടെ കറണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്ന ഹീറ്റിംഗ് എഫക്റ്റ് എന്താണ്? എന്താണ്? വയറ് ചൂടാകും അല്ലേ? അങ്ങനത്തെ അപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. ഒരു വയറിലൂടെ കറണ്ട് കടന്നു പോയാൽ എന്താ ഉണ്ടാവുക? അതിങ്ങനെ ആലോചിച്ചിരിക്കുന്നത്. വയറ് ചൂടാകും. ഇറ്റ് പ്രൊഡ്യൂസസ് ഹീറ്റ്. മനസ്സിലായോ?
ഓക്കെ, അപ്പൊ വീണ്ടും എല്ലാവരും എക്സാമിന്റെ കാര്യം ചോദിക്കുന്നുണ്ട്. ഞാൻ ഒന്നും കൂടെ അപ്പൊ എക്സാമിന്റെ കാര്യം പറയാം. അപ്പൊ എല്ലാവരും നിങ്ങൾ ഇപ്പൊ എക്സാമിന്റെ കാര്യം ചോദിക്കണവരൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പൊ നിങ്ങൾ ഒന്നും ക്ലാസ് തുടങ്ങുമ്പോ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പൊ ഇപ്പൊ ഒന്നും കേൾക്കാത്ത പോലെ കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് അല്ലേ? എന്താണ് എന്താണ് എക്സാമിന്റെ കാര്യം ചോദിക്കുന്നത്? അപ്പൊ ഞാൻ ഫസ്റ്റ് പറഞ്ഞതായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. നമുക്കിന്ന് എക്സാം ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എക്സാമിന്റെ പേപ്പർ ഞാൻ ഗ്രൂപ്പിലേക്ക് ഇടും. പേപ്പർ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ എക്സാം ആണ്. ഗൂഗിൾ ഫോം ആണ് ഇടുന്നത്. മെയിൽ ID വെച്ച് ലോഗിൻ ചെയ്തിട്ട് വേണം നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ. ശ്രദ്ധിച്ച് കേൾക്കുക, ഇനി സംശയങ്ങളൊന്നും ചോദിക്കരുത്. മെയിൽ ID വെച്ച് ലോഗിൻ ചെയ്ത് എക്സാമിന് കയറുക. നിങ്ങൾക്ക് ഈ 8 മണി മുതൽ അല്ലെങ്കിൽ 7:30 മുതൽ 11 മണി വരെ സമയമുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള ഏതെങ്കിലും 1 മണിക്കൂറാണ് നിങ്ങൾ എക്സാം എഴുതേണ്ടത്. എന്ന് വെച്ച് 6:30ക്ക് എടുത്തിട്ട് 10 മണിക്ക് സബ്മിറ്റ് ചെയ്യാം എന്നല്ല. 7:30ക്ക് എടുത്ത് ഓപ്പൺ ആക്കി വെച്ചിട്ട് 10 മണിക്ക് സബ്മിറ്റ് ചെയ്യാം എന്നല്ല അതിന്റെ അർത്ഥം. ഈ 7:30 മുതൽ 11 മണി വരെയുള്ള സമയത്തില് ഇടയിലുള്ള ഏതെങ്കിലും 1 മണിക്കൂർ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാം. കാരണം നിങ്ങൾ ആ ഫോം ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യും. 60 മിനിറ്റ് ആണ് നിങ്ങൾക്ക് ഇന്ന് മാത്സ് എക്സാം ആണ്. 60 മിനിറ്റ് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യും. ഇതിന്റെ ഇടയിൽ നിങ്ങൾ വേറെ ടാബിലേക്ക് പോയാലോ അല്ലെങ്കിൽ ആ ഫോം ക്ലോസ് ചെയ്താലോ അല്ലെങ്കിൽ നിങ്ങൾ ഓപ്പൺ ആക്കിയിട്ട് വേറെ വിശേഷമൊക്കെ പറഞ്ഞു വരുമ്പോഴേക്കും സമയം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഒരു മെയിൽ ഐഡിയിൽ നിന്ന് ഒരാൾക്കേ എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഒരു തവണ ഒരു മെയിൽ ID വെച്ച് ലോഗിൻ ചെയ്താൽ പിന്നെ വീണ്ടും ആ മെയിൽ ID വെച്ച് ലോഗിൻ ചെയ്യാൻ പറ്റില്ല. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. 2 മാർക്കിന് വെച്ച് 25 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. മാത്സ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അത് മാത്രമല്ല വേറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ മോഡൽ സെയിം തന്നെയാണ്. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക, പിന്നെ വേർഡ് പ്രോബ്ലം തന്നിട്ട് അതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം. എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം. എല്ലാത്തിനും 2 മാർക്കാണ്. നെഗറ്റീവ് മാർക്കൊന്നുമില്ല. എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. ഒരു മെയിൽ ഐഡിയിൽ നിന്ന് ഒരാൾക്ക് കയറാൻ പറ്റുള്ളൂ. 1 മണിക്കൂറേ എക്സാം ഉള്ളൂ. നിങ്ങളോട് 7:30 തൊട്ട് 11 മണി വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അവസാനം ഇപ്പൊ 7:30ക്ക് എടുത്ത് 11 മണി വരെ നിങ്ങൾക്ക് 3 മണിക്കൂർ എക്സാം ചെയ്തുകൊണ്ടിരിക്കാന്നല്ല. ഇതിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ ഇത് ഓപ്പൺ ആക്കണം. 11 മണി കഴിഞ്ഞാൽ ഫോം ഓപ്പൺ ആവില്ല. അതുപോലെ നിങ്ങൾ 10:45 എക്സാം എഴുതാൻ ഇരുന്നാൽ 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും എക്സാം ഓട്ടോമാറ്റിക്കലി കട്ടാകും. അതുകൊണ്ട് 1 അവർ ഏറ്റവും ബെസ്റ്റ് 8 മണിയാകുമ്പോൾ ഇരുന്ന് എക്സാം എഴുതാൻ തുടങ്ങുക. 9 മണിക്ക് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, സബ്മിറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാം ചെയ്ത് വെച്ചിട്ട് അവസാനം സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് താഴെ, അത് മറക്കരുത്. ക്ലിയർ ആയല്ലോ? മാത്സിന് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇന്ന് ഇപ്പോ ഒരു ഇത്രയും സമയം 1 മണിക്കൂർ തരുന്നത്. ഫിസിക്സിന് ചിലപ്പോൾ 40 മിനിറ്റ്സ് ഉണ്ടാവുള്ളൂ. ഫിസിക്സിന് അധികം പ്രോബ്ലംസ് ഒന്നും ചെയ്യാനില്ലല്ലോ നിങ്ങൾക്ക്. ജസ്റ്റ് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്താൽ പോരെ. മാത്സിന് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് തന്നെ നോക്കണം. ഓക്കെ, ചെയ്ത് തന്നെ നോക്കണം. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങളാണ് എക്സാമിനെ പറ്റി പറയാനുള്ളത്. 8 to 9 നിങ്ങൾ എക്സാം എഴുതിക്കോളൂ. അതാണ് ഏറ്റവും ബെറ്റർ. സമയം ലേറ്റ് ആക്കി നിൽക്കണ്ട. 1 മണിക്കൂറേ ഉള്ളൂ. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ എന്ത് വരും, കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് മുകളിൽ സമയം കാണാനായിട്ട് പറ്റും. അപ്പൊ അത്രയാണ് എക്സാംസിന്റെ കാര്യങ്ങൾ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ലല്ലോ. ഇപ്പൊ എക്സാമിന്റെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയില്ലേ? ഇതിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് അപ്പൊ കുറച്ചേ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഈ ചാപ്റ്റർ തന്നെ പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ബാക്കി ക്വസ്റ്റ്യൻസിന് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ബാക്കി ക്വസ്റ്റ്യൻസും കൂടി കൂട്ടിയിട്ട് ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ചും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ ഗ്രൂപ്പിൽ ഇടാം. നെക്സ്റ്റ് ക്ലാസ് നമ്മൾ മാത്സിൽ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിൽ ഫിസിക്സിലും പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, എല്ലാത്തിനും ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെങ്കിൽ, എക്സാമിന്റെ പറഞ്ഞ കാര്യങ്ങളും ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളും ഒക്കെയും ക്ലിയർ ആയെങ്കിൽ വേഗം ഒരു ഹാർട്ട്സ് വരട്ടെ എല്ലാവരുടെ അടുത്തുനിന്നും. ഇന്നിപ്പോ ഞാൻ ഇടയിൽ ഒന്നും നിങ്ങളുടെ അടുത്ത് ഹാർട്ട്സ് ചോദിച്ചില്ല, സമയമില്ലാത്തതുകൊണ്ട്. നമ്മൾ ഇനി കുറച്ച് ഓടിയിട്ടായിരിക്കും പോവുക. അപ്പൊ വേഗം ഹാർട്ട്സ് വരട്ടെ. അപ്പോ ഹാർട്ട്സ് ഒക്കെ വരുന്നുണ്ട്. വേഗം വരട്ടെ. അതെ, ഇപ്പൊ വരും ക്ലോക്കും കൊണ്ട് ആൾക്കാർ. സമയായി എന്ന് പറയാൻ. നമ്മൾ 6:25-നാണ് കേട്ടോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. 6:25-നായിരിക്കും മിക്കവാറും ശനിയാഴ്ചകളിൽ അപ്പൊ നമ്മുടെ ക്ലാസ് വരുന്നത്. ഇനി
എവിടെ ഹാർട്സ് റിയാക്ഷൻസ് അല്ല, ഹാർട്സ് മെസ്സേജ് ആയിട്ട് വരട്ടെ. വരുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോ 67 പേരുണ്ടായിരുന്നു. 67 പേരുടെ ഒന്നും ഹാർട്ട് എനിക്ക് കാണാനില്ല കേട്ടോ. അപ്പോ ഉള്ളവരൊക്കെ വേഗം ഹാർട്സ് ഒക്കെ ഇടുക. എന്നിട്ട് അടിപൊളിയായിട്ട് പോയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. നമുക്ക് അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഡിസ്കസ് ഒക്കെ ചെയ്യാം, ഒന്നും കുഴപ്പമില്ല. പിന്നെ എനിക്ക് പേരൊക്കെ അറിയാൻ പറ്റിയ ഒരാൾ തന്നെ ഒരു മെയിൽ ഐ ഡി ചെയ്തിട്ട് വീണ്ടും പോയി വേറെ മെയിൽ ഐ ഡി എടുത്ത് ചെയ്യരുത്. എക്സാം കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്കോർ ഒക്കെ കാണാൻ പറ്റും. ഓക്കെ, യെസ്. അപ്പൊ എല്ലാവരും സ്കോർ എടുത്ത് വെക്കുക കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ തന്നെ സ്കോർ അയച്ചു തരേണ്ടി വരും. എന്നാലും എല്ലാവരും സ്കോർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം ഒക്കെ എഴുതുക. ആൻഡ് ഓണം ഒക്കെ ആഘോഷിക്കുക. ഇനി നമ്മൾ ഓണം കഴിഞ്ഞിട്ട് കാണുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. യെസ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഓക്കെ, സോ ബൈ.